അല്ല നിങ്ങൾ വരാനുള്ള കാശിന്റെ കാര്യം എന്തായി? മെല്ലെ ചോദിക്കുന്ന ആള് കേൾക്കും. ഞാൻ തരൂലേ, രാജ്യമുറ്റായിട്ട് കൊണ്ടോ. 1-ാം തീയതി ആവട്ടെ. സാഹചര്യത്തിൽ ലേശം ടൈറ്റാണ്. എന്താ പറഞ്ഞേ, പഴയ കാക്കിത്തുണൊക്കെ എന്ത് ചെയ്ത്? ഷർട്ട് അടിച്ചില്ല, ഒരു കാര്യം ചെയ്യും, 2 സഞ്ചി അടിച്ചാളി. ഒന്ന് ഇങ്ങക്കും ഒന്ന് മേനക്കും. റേഷൻ വാങ്ങാലോ. ഷർട്ട് അടിച്ചോട്ടെ, മേനോന്റെ വീട്ടില് കൂർക്കായിട്ട് നിക്കാം. ഞാനോ ഈ ചീഞ്ഞ മീനല്ല, നിനക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ? ഞമ്മള് കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇത് തന്നെ കൂടുതൽ ദിവസത്തേക്കില്ല. നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ. അതെന്ത് പറ്റി? നഷ്ടം വന്നോ? നഷ്ടം വരാനാ? ആർക്ക്? ഞമ്മക്കാ? ഞമ്മക്കിപ്പോ മീൻ ഹറാമാണ്. തൊട്ടൂടാ, തിന്നൂടാ, പോരേന്റെ അയലത്ത് പോലും കയറ്റിക്കൂടാ. വീട്ടിൽ നമ്മളെ ഗാത്രക്കുട്ടിയുണ്ടേ. അങ്ങനെയാണെങ്കിൽ വല്ല പച്ചക്കറി കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. മാഷില്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി? ഇതിപ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യൂ. രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ. എപ്പോ വന്നാലും നമ്മളെ ഒന്ന് കാണാൻ പറയണം. നമ്മൾ മില്ലിലുണ്ടാവും. എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നു. അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജിരെ? ആ, ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാൽ തന്നെ ഓല് സമ്മതിക്കില്ല. അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത്. മനം മാറ്റോ? അയാക്കോ? ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ. അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകൃതം. ഞാൻ കാരണം സ്കൂള് പൂട്ടേണ്ടി വരുമെന്ന് പേടിയായിരുന്നു എനിക്ക്. ഇപ്പൊ ആ പേടി മാറിയല്ലോ. ഇനിയിപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞ അവരാരും പാളം ഉണ്ടാകത്തില്ലല്ലോ. ഞമ്മക്കൊന്നും കേക്കണ്ട. ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ ഓൾറെഡി ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? അന്ന് നമ്മൾ എണ്ണി പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നോണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണ് അസീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന്. നമ്മൾ അന്ന് തന്നെ ഓളെ ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? പോലീസാ അല്ല വക്കീലാ? ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നേ ഭയക്കൊണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ? എന്നിട്ട് കുട്ടികളെ പുറത്ത് നിർത്തിയോ? ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും നമ്മൾ പറയണ്, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം ശ്വാസം വിടാൻ പോലും ഓരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം. എന്താ അസീസ് ഇങ്ങനെ പറയണേ? സഭ കൂടിയാൽ മാത്രം പോരെ മൈദീനെ. കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ, ആ മേനോനും ശേഖരൻ മാഷും ഒറ്റക്കെട്ടാണ്. മേനോനും മാഷും തമ്മില് ഒലക്ക. ഓര് തമ്മിൽ ഒരു ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും മുയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ. നമ്മളിപ്പോ എന്താണ് നിങ്ങൾ പറയണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല. ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്ക് ഒരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയൂല. അസീസേ, ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൂട്ട് വാസി. ഭർത്താനത്തിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആദ്യമായിട്ട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കച്ചറ ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ലെന്ന്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആജിയാര് തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലേ? ഓൾ അറബി പഠിപ്പിക്കണം നമുക്ക് നാണക്കേടാ. ആണ്. എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരെയും പറഞ്ഞു വിടണം, പിരിച്ചു വിടണമെന്നും പറഞ്ഞ് വെള്ളം വയ്ക്കുന്നില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആചാര്യം മറക്കണ്ട. മറന്നിട്ടില്ലല്ലേ? മറക്കൂല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയൂല. എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ? അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളൊക്കെ ഖുർആൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുർആനിൽ പറയണ്ട. നിരാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? ഭാരമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണമെന്ന് ഇസ്ലാം പറയണ്ട. എന്തേ ആരൊന്നും ഉണ്ടാത്തത്? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്ക് തന്നെ അന്യായം എത്ര വലിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഡിയോ നമ്മളെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചേക്കണ്.
ഈ സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോലും. ഇന്നലെ കൂടി ഒന്ന് വരണം. ആരാ പരാതിക്കാരൻ? അതൊന്നും പറഞ്ഞില്ല. മേനൻ എന്തൊക്കെയോ കച്ചറ ഉണ്ടാക്കണം തോന്നുന്നുണ്ട്. അയാളോട് പോകാൻ പറയും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അല്ല, നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലതും വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. പിന്നെന്താ? അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഞമ്മക്ക് മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം. കാണാം. അത് ശരി. അപ്പോ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണല്ലേ? മാഷ് എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ്. അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാജിയാരാകെ ബേജാറായിരിക്കുക. ഓ, അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്ക് അവിടെ ഒന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചതാ. അല്ലാ, സമാധാനായി. എന്നുറപ്പിക്കണ്ട. യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാവത്തും സംഭവിക്കാം. അതാ വിത്ത്. ഹാജിയാരെ, പറയാനുള്ള കാര്യം പറയേണ്ടത് നമുക്ക് വേഗം സ്ഥലം വിടാം. ഹാജിയാർ ഈ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോയൻ. തട്ടുതകർപ്പം പ്രസംഗമാണ്. അതിനിപ്പോഴും മോശമില്ല. മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാൽ മതി, പിന്നെ വിടൂല. ആഹാ, അപ്പൊ പഴയ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ല അല്ലേടാ? അത് പോട്ടെ, ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം? ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ. പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത്. എതിർപ്പ്, സമരം, ഭീഷണി, വർഗീയ വിദ്വേഷം. എന്നാ പിന്നെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു. ഓ, നമ്മുടെ പഴയ സ്വഭാവം. ഇപ്പൊ തന്നെ നിനക്കറിയാലോ, ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി. സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ. ശരിയാണ്, എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട്. ഹാജിയാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ധൈര്യമായിരിക്കും. ഒക്കെ ഞാൻ നോക്കിക്കോളാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വരട്ടെ. താങ്ക് യു സർ. ഓ, ആര് സാറോ? ദേ ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എന്റെ പേര് വിളിക്കടാ. ഏത് പേരാ വിളിക്കേണ്ടത്? അച്ഛനും അമ്മയിട്ട പേരോ അതോ കോളേജ് ഞങ്ങളിട്ട പേരോ? ഹനുമാൻ ഭണ്ഡാരം. ആ കഥകളൊക്കെ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. ആ, ശരി ശരിയാ. ഓക്കെ. ഇറങ്ങാ. ഓക്കെ. അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാർഷികം ജോറാക്കണം. ഗംഭീരമായി കളയാം. പക്ഷേ ഹാജിയുടെ മനസ്സൊന്ന് തുറക്കണം. തുറക്കാനൊന്നുമില്ല. ഇത്തവണ ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ. അപ്പൊ മനസമാധാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലേ മാഷേ? സ്കൂള് പൂട്ടിക്കല്, തുറപ്പിക്കല്, പ്രക്ഷോഭം, അടിപിടി, എന്തൊക്കെ ബഹളമായിരുന്നു. ഏതായാലും എല്ലാം ഒന്ന് കെട്ടടങ്ങി. ഇതൊക്കെ മനസ്സിന് സ്വസ്ഥയായില്ലേ? മാഷേ, ഇത്തവണ ഒരു പുതുമയിരിക്കട്ടെ. കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലോ? അത് കൊള്ളാം. സദ്യ ആണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. കോഴിക്കോട് നല്ല വേണ്ട 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 വേണ്ട. ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട. നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ? എന്താ ടീച്ചറെ, ഒന്ന് ശ്രമിച്ചൂടെ? അയ്യോ, ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലേ, മാഷില്ലേ, കുഞ്ഞാലിയില്ലേ? എന്തിന് ഞാനില്ലേ? അയ്യുണ്ട്. ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം. ടീച്ചർ ഉണ്ടാക്കുന്ന പായസം കഴിച്ചാൽ കഴിച്ചാൻ തോന്നില്ല. കഴിച്ചാൽ കൊതിയില്ല. എങ്കിൽ സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ. സദ്യ മാത്രം പോരാ, എന്തെങ്കിലും കലാപരിപാടികളും കൂടി. അതൊക്കെ മാഷയുടെ യുക്തം പോലെ ചെയ്തോളി. അല്ല, ഒരു ഗാനമേള വേണ്ടേ? നാടൻ ഗാനമേള. നീ പേടിക്കണ്ട കുഞ്ഞാലി, പാടാൻ നിനക്കൊരു ചാൻസ് തരാം. മാഷേ, അങ്ങനെയാണെങ്കിൽ അത് ഒടുക്കം പറയട്ടോ. അതെന്താ? മറ്റേത് ആളുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? എന്താ വരേ? ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നാണവും മാനുള്ളവർക്ക് ഈ വഴിക്കെന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർത്തമാനമല്ലോടോ കേൾക്കണത്. തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ്. ഇളക്കം. ആരെ പറ്റിയാ പറയണേ? വേറെ ആരെ പറ്റിയാ? ആ മാഷല്ലേ, സാഹിത്യം. ഔ, പകലൊക്കെ എന്തൊരു മാന്യ ശ്രീമാൻ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്ക, ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്കുക, വല്ല മേത്തന്റെ കുടിലും കഴിയണ്ടെന്നും പറഞ്ഞ് നമ്മുടെ മേലിന് എത്ര തവണ വിളിച്ചതാണ്? വന്നോ? വന്നില്ല. ഏടോ എന്റെ വാര്യത്തേക്ക് ക്ഷണിച്ചതല്ലേ? വന്നോ? വന്നില്ല. എങ്ങനെയാ വരിക? ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം. ആചാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞോണ്ടല്ലോ. അത് ശരി, വർത്താനം പറയണോ വെച്ച് പ്രവർത്തിക്കാം. നിനക്കും ഇതിലൊരു പങ്കുണ്ടോ? അല്ലെ, കളവിരിക്കുവോ? നല്ല പ്രായല്ലേ? എന്നെ പറ്റി എന്തോടോ പറഞ്ഞു, പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ.
കൊന്നവൻ ഞാൻ. അത്രയ്ക്ക് അഹങ്കാരമായോ മീൻകാരന്? വാരരെ തല്ലിയാൽ അത് നമ്മളെ തല്ലുന്നു പോയാ. ഇതൊക്കെ കേട്ടിട്ട് വണങ്ങാൻ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആ പരട്ട മാഷയുടെയും ഹാജിയാരുടെയും തോന്നിയാസം കാരണം നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി. അടിക്കണം. നമ്മളെ തൊട്ടവൻ വിവരം അറിയണം. അല്ല നോം അങ്ങോട്ട് നേരിട്ട് ഇടപെടണോ? ആരെങ്കിലും അങ്ങോട്ട് ഏർപ്പാടാക്കിയ പോലെ. ഏയ് അതുപോലെ നമ്മളെന്നെ നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നാലെണ്ണം അങ്ങോട്ട് കീറി കൊടുക്കണം. അടി കൊണ്ടപ്പോ ഈ ചൂടൊക്കെ എവിടെ പോയി? രമേശ ആ വരുന്നേ. ഇത്ര വേണോ കുഞ്ഞാലിയെ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇട്ടോളി. ആ മുഴുവൻ ഇട്ടോളി. പറയുമ്പോ കടയടയ്ക്കാൻ പറ്റില്ല. എന്താ ഓന് കടയടയ്ക്കാൻ കഴിയൂല? നീ കട അടയ്ക്കില്ലല്ലേ? അതിന് വേണ്ട. അടുത്ത് പൊളിക്കാത് നിർത്താ. അസീസേ, ഇതൊരു വർഗീയ കലാപമാക്കി മാറ്റരുത്. ഈ കച്ചവടക്കാർ എറ്റ് ചെയ്തു നിങ്ങളോട്. ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചാണോ പകരം വീട്ടുന്നത്? വെറുതെ ആളുകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുത്. ആരാ ഇവിടെ ബെത്തം കുത്തിവെച്ചേ? ഞാനോ അതോ നിങ്ങളോ? കാര്യം കാണാനായി ആ മേനോന്റെ കൂടെ ചേർന്ന് ഇന്ന് നാട്ടില് സമാധാനം നശിപ്പിച്ചിരുന്നല്ലേ? ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഇവിടെ ഉള്ളവരുണ്ട്. അതിന് അന്യനാട്ടുകാർ വേണ്ട. ആരാ പറഞ്ഞ അസീസ് അന്യനാട്ടുകാരെന്ന്? ഓ ഞമ്മടെ ആളാ. ഞമ്മടെ ആളുകൾ എവിടെ ഉണ്ടെങ്കിലും ഒന്നാ. എല്ലാ ആളുകളും ഒന്നാണെന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഈ അക്രമം കാണിക്കുവോ? അസീസേ, ഇപ്പൊ നിനക്ക് മാത്രമേ അവരെ നിയന്ത്രിക്കാൻ പറ്റൂ. പട്ടിയ തള്ള പോലെ പാവപ്പെട്ട കുഞ്ഞാലിനെ അവന്മാർ തല്ലിയപ്പോ എവിടെ പൊണ്ണു മാത്രം എങ്ങനെ നാക്ക് തല്ലുകൊണ്ട് ചാവാറായി വഴി കിടന്നപ്പോ നിങ്ങൾക്ക് ഓരോക്കെങ്കിലും തോന്നിയോ ശരിയല്ലെന്ന്? ഇനി നമ്മൾ ഓർക്കൂല. കുഞ്ഞാലി നമ്മുടെ ആളാണ്. ഓനെ തല്ലിയവനെ നമ്മൾ വെറുതെ കരുതണ്ട. അതിന് കുഞ്ഞാലിക്ക് പരാതിയില്ലല്ലോ. പരാതിയുണ്ട്, ഞമ്മക്ക് പരാതിയുണ്ട്, കുഞ്ഞാലിക്കും പരാതിയുണ്ട്. ഞമ്മക്കൊരു പരാതിയില്ല. എന്റെ പേരും പറഞ്ഞ ആരും പക്കാലത്ത് പിടിക്കാൻ വേണ്ട. എന്താ പറഞ്ഞ നമുക്ക്? അനക്ക് പരാതിയില്ലെന്നോ? നാണമില്ലല്ലോ നിനക്ക്? എന്നാ ഞമ്മക്ക് പരാതിയുണ്ട്.
ഇസ്ലാമിനെതിരായി ആര് വന്നാലും ശരി ഓന്റെ കുടൽ നമ്മളെടുക്കും. നിസ്കാരത്താമ്പി തൊട്ട് കളിച്ചാണ്ടല്ലോ. നിസ്കാര ടൈമിനെ പറ്റി പറയാൻ അനക്കെന്താണ്ട് അവകാശം? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലി ചാകണമെന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പേരും പറഞ്ഞ് ഭയക്കൊണ്ടാക്കി മുതലെടുക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. കൂട്ടം തെറ്റി ഒറ്റ കൊടുത്ത ഓണ് തലയുടെ ആദ്യം ഒത്തുപോകരുത്. നോക്കി നിൽക്കാൻ തച്ചട കണ്ടിട്ട്. അതിന് ചങ്കുറപ്പുള്ള ഏതെങ്കിലും ആൺകുട്ടി ഉണ്ടോ ഇപ്പോ ഇക്കൂട്ടത്തിൽ? ദേ കുഞ്ഞാലി, അടിക്ക്. ഹൈരോളുണ്ട്, അടിക്ക്. ഇവന്റെ ഒരു രോമത്തിന് കേടുവന്നാലുണ്ടല്ലോ ഇവിടെ ചോരപ്പുഴ ഒഴുകും. അസീസേ, അതിലാദ്യം പോകുന്നത് നീ ആയിരിക്കും. ഓന്റെ തൊള്ളയിൽ കുറച്ച് പൂഴ്വാരിയിട്ട് നിക്കട അവിടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നന്നാവൂല. പടച്ചോ നേരിട്ട് എന്ന് പറഞ്ഞാലും ഓൻ നന്നാവൂല. അന്ന് ടീച്ചറെ പുറത്താക്കണം എന്നായിരുന്നു ഡിമാൻഡ്. ഇപ്പോ സമുദായക്കാരെ ഇളക്കി വിട്ടാ ഓന്റെ കളി. ഇനി ഞമ്മളെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയൂല മാഷേ. എന്റെ മോക്ക് ഈ ബന്ധം വേണ്ട. ഓ ഇഞ്ഞു വെച്ചോട്ടെ. അജയരെ, വേണ്ട, ഒന്നും പറയണ്ട. ഞമ്മക്ക് ഇങ്ങളോട് ബഹുമാനമുണ്ട്. എന്ത് കാര്യവും ഇങ്ങളോട് ചോദിക്കാതെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കാര്യത്തില് മാഷ് ഒന്നും പറയരുത്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കണം, ഒരു മൊഴിചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന കാര്യമാണോ ഇത്? ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല മാഷെ. ഇന്ന് നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്റെ മരുമോന്റെ മയ്യത്ത് ഞാൻ ചുമക്കേണ്ടി വരില്ലായിരുന്ന, എന്റെ മോളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരില്ലായിരുന്ന. ഇപ്പൊ ഹാജിയാരെടുത്ത ഈ തീരുമാനത്തിലും മകളുടെ കണ്ണീര് കാണേണ്ടി വരില്ലേ? അത്ര പെട്ടെന്ന് മുറിച്ചു മാറ്റാവുന്നതാണോ കുടുംബബന്ധം? ജീവിതത്തിലേക്ക് അവള് കടന്നു വന്നിട്ടേ ഉള്ളൂ. കുടുംബം, ഭർത്താവ്, കുട്ടികൾ, ഇനിയും എത്രയെത്ര സ്വപ്നങ്ങൾ ബാക്കിയാണ്. നിങ്ങളെപ്പോലൊരു വലിയ മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യരുത്. വേണ്ടി വന്നാൽ അസീസിനെ കണ്ട് ഹാജിയാർ സംസാരിക്കണം. നമ്മൾ സംസാരിക്കാത്തോണ്ടാ? ഓനെ ആദ്യം കണ്ടപ്പോഴും വർത്തമാനം പറഞ്ഞപ്പോഴും നിക്കാഹ് ഉറപ്പിച്ചപ്പോഴും എന്ത് മര്യാദക്കാരായിരുന്നു. നമ്മുടെ നിലയ്ക്ക് പറ്റിയ ബന്ധമാണെന്ന് കരുതി. അവിടെ ഞമ്മക്ക് തെറ്റി. എന്റെ മോളുടെ ഭാവി ഞാൻ കുരുതി കൊടുക്കുക എന്ന് കരുതിയില്ല മാഷെ. ഞാൻ അസീസിനെ ന്യായീകരിക്കുകയല്ല. പെട്ടെന്നൊരു തീരുമാനം ഹാജിയാർ എടുക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ. നാളെ കണ്ണീരും കൈയുമായിട്ട് മോള് വീട്ടിൽ നിൽക്കുമ്പോ ഹാജിയാർക്ക് തോന്നും ചെയ്തത് തെറ്റായിപ്പോയെന്ന്. വേണമെങ്കിൽ പറിച്ചെടുക്കാം. എന്നാൽ തന്നെ ആ ജീവിതം പിന്നീട് തളർക്കുമെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടോ? ഞങ്ങളുടെ ആൾക്കാരെ അടിക്കാൻ തയ്യാറാക്കി നിർത്തിയിരുന്നതാ. അപ്പോഴാ ശേഖരൻ കയറി ഇടപെട്ടത്. എന്ത് ശേഖരൻ? പേരെ കത്തുമ്പോഴല്ലേ വാഴ വെട്ടേണ്ടത്. ഇത്രയും നല്ലൊരു അവസരം ഇനി ജീവിതത്തിൽ കിട്ടുമോ? ഒരു നാട് മുഴുവൻ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെട്ടും കുത്തുകയും മാറിയാല് അതിന്റെ മറവിൽ നമുക്ക് എന്തൊക്കെ നേടായിരുന്നു. ഛേ, ഒക്കെ നിങ്ങൾ കളഞ്ഞു വിളിച്ചില്ലേ? വേണമെങ്കിൽ ഒരടിയും കൊണ്ട് നടത്താം. അതൊന്നും വേണ്ട. അവരുടെ സ്കൂൾ ആഘോഷം പൊളിക്കണം. ആ വഴിക്കായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെന്തിനാ? നിനക്ക് കൊടുക്കാൻ. അങ്ങോട്ട് വാ. മാഷേ, എല്ലാം റെഡിയാ. കുട്ടികളെ ഉണ്ടാൻ വിളിക്കട്ടെ. പിന്നെ ഇപ്പൊ തന്നെ നേരം വൈകിച്ചല്ലേ? എന്നാ ഞാൻ ബെല്ലടിക്കാം. എന്തിനാ ബെല്ലടിക്കുന്നത്? അല്ല മാഷെ, മൂപ്പർക്ക് ആകെ അറിയാവുന്ന പണിയല്ലേ, അത് ചെയ്തോട്ടെ. നീ എന്റെ വഴി എടുത്തോട്ടോ. അതൊന്നും നടക്കൂല. കാരണം നമ്മളിന്ന് ലീവാ. ലീവ് എടുക്കാൻ വലിയ ഇവിടെ ഉദ്യോഗസ്ഥ. കിടന്ന് ബഹളം വെക്കാതെ
എല്ലാരും കൂടെ ശ്രമിച്ചു, കൂട്ടത്തിൽ ഞാനും. അത്രേ ഉള്ളൂ.